മോർണിംഗ് ടാസ്കിൽ ആദ്യം ഷാനവാസാണ് വരുന്നത്. മനസ്സിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള വ്യക്തി അനീഷ് എന്നാണ്. നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും അനീഷ് സുപ്രഭാതം പറയുന്നത് ജനഹൃദയങ്ങളിൽ ഇതിനകം എത്തിക്കഴിഞ്ഞിരിക്കും. ബിഗ് ബോസ് സീസൺ 7 ഫൈനൽ 5ലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അനീഷാണ്. ആളൊരു കിടിലം ഗെയിമർ തന്നെയാണെന്ന് ഷാനവാസ്. പിന്നെ ഒട്ടും തീരെ ഇടം പിടിക്കാത്ത ആ ഒരു വ്യക്തി ഷാനവാസ് പറയുന്നത് ലക്ഷ്മിയാണ്. ഒരാളെ ടാർഗറ്റ് ചെയ്താൽ അയാളെ പിന്തുടരുകയും ഇഷ്ടമുള്ളവർ എന്ത് ചെയ്താലും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്മി. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾക്കെല്ലാവർക്കും പലവിധ ചിന്തകളുണ്ടാവും, പല തീരുമാനങ്ങളുണ്ടാകും. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവരെയൊക്കെ നമ്മൾ മനുഷ്യരായി കണ്ട് അവരെ വെൽക്കം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിന് പകരം അവരെ വളരെ മോശമായിട്ട് നിങ്ങളെ വീട്ടിൽ കയറ്റില്ല എന്ന് കാണിക്കുന്ന ഒരു സമ്പ്രദായം. പിന്നെ ഇവിടുന്ന് എവിക്റ്റായി പോയ ഒരാളെ വളരെ മോശമായിട്ട് അയാളെ പുറത്തോട്ട് ചിത്രീകരിക്കുകയും അയാളുടെ ജീവിതം തന്നെ തകർക്കുന്ന മാതിരി ഉള്ള പ്രവർത്തികൾ ചെയ്യുകയും ഇവിടെ അവരുടെ അമ്മ വരുമ്പോൾ അവരുടെ കാലിൽ പിടിച്ച് സോറി പറയാൻ ചെന്നപ്പോൾ അവരത് തടയുകയും മോളെ വേണ്ട പുറത്ത് വന്നിട്ട് സംസാരിക്കാമെന്ന് പറയുകയും നേരെ മറിച്ച് ലക്ഷ്മിയുടെ അമ്മയോട് അവർ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയും അവർ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന അതേ സ്കൂട്ടിൽ തന്നെ ലക്ഷ്മി അവരുടെ കാല് പിടിക്കാൻ ചെല്ലുമ്പോൾ അവർ മാപ്പ് തരില്ലെന്നും ഇത് നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്നും അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലോട്ട്, ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കുകയാണ് ലക്ഷ്മി ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഇത് ഓഡിയൻസ് അംഗീകരിക്കത്തില്ല, മലയാളി പ്രേക്ഷകർ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ മലയാളി പ്രേക്ഷകർ നല്ല രീതിയിൽ മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ മനസ്സിൽ ഒട്ടും ഒരിടവും കിട്ടാൻ സാധ്യതയിലാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് അനീഷും ഇടം നേടാത്ത ആൾ ലക്ഷ്മിയും എന്ന് ഷാനവാസ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.